الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുഅ്മിനും മുസ്ലിമും മുത്തക്കിയുമായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. ഖുർആൻ നിരന്തരമായി വായിക്കുന്ന വിശ്വാസികളുടെ മുമ്പിലൂടെ ഖുർആനിലെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ അവരുടെ മുമ്പിലൂടെ കടന്നു പോകും. അള്ളാഹു അത് മനഃപൂർവം ഖുർആനിൽ ഉൾപ്പെടുത്തിയതാണ്. അത് കേവലം കുറെ ഭാവന കഥകളല്ല. മനുഷ്യ ചരിത്രത്തിൽ നിന്ന് ചില കഥാപാത്രങ്ങളെ അള്ളാഹു ജീവൻ കൊടുത്ത് നിലനിർത്തുകയാണ്. എന്തിന്? നമുക്ക് നോക്കിക്കാണാൻ, നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ജീവിതത്തിന്റെ പരിസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ചില വ്യാജ സ്വപ്നങ്ങളിൽ വീണു പോവുകയും ജീവിതത്തിന്റെ വഴി തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണത്. അള്ളാഹ് പറയുന്നുണ്ട്, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അതെ, അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വെച്ച പല ആളുകളുടെയും സമൂഹത്തിന്റെയും ചിത്രങ്ങളും ചരിത്രങ്ങളും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക്, അത് മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. കാണുന്നതിനെ കുറിച്ച്, കേൾക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നത് അവർക്ക് ചില പാഠങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്. മാ കാന ഹദീസൻ യുഫ്തറ വലാകിൻ തസ്ദീഖല്ലദീ ബൈന യദൈ വതഫ്സീല കുല്ലി ശൈഇൻ വഹുദൻ വറഹ്മ ലിഖൗമിൻ യുഅ്മിനൂൻ. അതൊന്നും അല്ലാഹു കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാജ കഥകളല്ല, മറിച്ച് ഓരോ മനുഷ്യനും നിങ്ങൾക്ക് മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്താൻ സഹായിക്കുന്ന, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി ലഭ്യമാക്കുന്ന അള്ളാഹുവിന്റെ വഴി, മാർഗദർശനവും കാരുണ്യവും വിശ്വാസികൾക്ക് ലഭിക്കാൻ സഹായിക്കുന്നതാകുന്നു അത്. അപ്പൊ തീർച്ചയായും ഖുർആനിൽ പ്രവാചകന്മാരെ കുറിച്ച് മാത്രമൊന്നല്ലുള്ളത്, അവരുടെ ഉപദേശങ്ങൾ മാത്രമൊന്നല്ലുള്ളത്. മനുഷ്യർ, ചില വ്യക്തികൾ, അഹങ്കാരികളായ, ധിക്കാരികളായ ആളുകളെ കുറിച്ച്, ഭരണാധികാരികളെ കുറിച്ച്, സമ്പന്നനായ ആളുകളെ കുറിച്ച്, അങ്ങനെയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. എന്തേ
അതിലൊക്കെയും ജീവിക്കുന്ന നമ്മൾക്ക് ആ സമയത്ത് പാഠമുണ്ട് എന്നതാണ്. അതാണ് ഖുർആനിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് എന്താണ്? ലിയുൻദിറ മൻ കാന ഹയ്യ. സൂറത്ത് യാസീനിൽ ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് നൽകാനുള്ളതാണ്. ജീവിക്കുമ്പോൾ കേൾക്കേണ്ടതാണിത്, ജീവിക്കുമ്പോൾ അറിയേണ്ടതാണിത്. എത്ര നേരത്തെ അറിയുന്നുവോ അത്രയും നേരത്തെ നമ്മുടെ വഴി അത് സുരക്ഷിതമാക്കി തരും എന്നതാണ്. അള്ളാഹുവിലേക്കുള്ള വഴി അല്ലേ? നമ്മൾ പറയുന്നുണ്ട് ഫ്രം അല്ലാഹ് ടു അല്ലാഹ്. അത് ഡിഫാൾട്ടാണ്, അത് ഓരോ എഡിറ്റും ചെയ്യാൻ പറ്റൂല. നമ്മുടെ ജീവിതം എന്താണ്? ഫ്രം അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ടു അല്ലാഹ്, അള്ളാഹുവിലേക്കുള്ളതാണ്. അതിലെ പോയിട്ട് ആരെങ്കിലും ചേഞ്ച് ചെയ്താൽ അവിടെ ഇങ്ങനെ ഒരു റെഡ് നോ മാർക്ക് ഇങ്ങനെ കാണാം, അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ നടുവിൽ ഒരു സാധനം ഉണ്ട്, 4 എന്ന് കഴിഞ്ഞിട്ട് അടുത്തൊരു കോളുണ്ട്. ആ കോളത്തിൽ നിങ്ങൾ കർസ് കൊണ്ടുപോയി വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഫ്രം അല്ലാഹ്, അടുത്ത കോളം 4 എന്നതാണ്, അടുത്ത കോളം ടു അല്ലാഹ് ആണ്, അത് ഫിൽഡ് ആണ്. രണ്ടാമത്തതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചത് എഴുതാം. ഫോർ മൈസെൽഫ്, ഫോർ മണി, ഫോർ മൈ ഫാമിലി, എന്തും എഴുതാം അവിടെ. പക്ഷെ പ്രശ്നം എന്താ അറിയോ? അടിയിലുണ്ട് ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു കോളം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരൊറ്റ വേർഡ് എഴുതാത്ത ആളുകൾ ഇതൊന്നും സബ്മിഷൻ ആവില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ചില സർവേ ഒക്കെ നമ്മൾ പൂരിപ്പിച്ചാൽ എന്ത് വരും? സക്സസ്ഫുള്ളി സബ്മിറ്റഡ് യുവർ ആപ്ലിക്കേഷൻ അല്ലേ? അവിടെ അടിച്ചല്ല, ഡാറ്റയിൽ എവിടെ എറർ ഉണ്ട് കാണിക്കും. അവിടെ ഒരൊറ്റ വേർഡേ സ്വീകരിക്കുള്ളൂ. സബ്മിഷൻ ആവണമെങ്കിൽ ഏതാണത്? സെയിം വേർഡ്, ഫ്രം അല്ലാഹ്, ഫോർ അല്ലാഹ്, ടു അല്ലാഹ്. അതിന് അങ്ങനെ നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ, ജീവിതം കൊണ്ട് എഴുതാൻ കഴിയണമെങ്കിൽ ഖുർആനിനെ നമ്മൾ എത്ര നേരത്തെ അറിയണം. ആ അറിവിൽപ്പെട്ടതാണ് മുമ്പ് ജീവിച്ചു പോയ ചില ആളുകളുടെ ചിത്രങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിൽ അള്ളാഹു വെച്ചു തരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഖാറൂൻ എന്ന് പറയുന്ന ഒരു സമ്പന്നനായ വ്യക്തിയുടെ ചരിത്രം. അദ്ദേഹം വളരെ മോശക്കാരനൊന്നല്ല, മൂസ പ്രവാചകന്റെ കുടുംബക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജനതയിൽ ജീവിച്ചു പോയ ഒരാളാണ്, വളരെ വിദൂരത്തൊന്നുമല്ല. അള്ളാഹ് പറയുന്നു എന്താണ്? സൂറത്തുൽ ഖസസിൽ നിങ്ങൾക്ക് കാണാം 76 മുതലുള്ള ആയത്തുകളിൽ ഈ കാര്യം അള്ളാഹ് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹു പറയും? ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം. തീർച്ചയായും ഖാറൂൻ മൂസ പ്രവാചകന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ആ ജനങ്ങളോട് അതിക്രമം കാണിച്ചു. വആതൈനാഹു മിനൽ കുനൂസ്. അദ്ദേഹത്തിന് നാം ഒരുപാട് നിധികൾ, സമ്പത്ത് നൽകി. മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അദ്ദേഹത്തിന്റെ ഖജനാവുകളുടെ താക്കോലുകൾ പെറാൻ ശക്തന്മാരായ മല്ലന്മാരായ ഒരു പറ്റം ആളുകൾ വേണ്ടി വന്നു. എന്ത്? സമ്പത്ത് പെറാനല്ല, അദ്ദേഹത്തിന്റെ സമ്പത്ത് സൂക്ഷിച്ച സ്റ്റോർ റൂമിന്റെ ട്രഷറിയുടെ താക്കോലുകൾ പെറാൻ മല്ലന്മാരായ ഒരു സംഘം തന്നെ വേണ്ടി വന്നു. എന്നിട്ടോ ഇത് ഖാല ലഹു ഖൗമു ലാ തഫ്രഹ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ ആളുകൾക്കിടയിൽ അഹങ്കാരത്തിന്റെ ആനന്ദത്തിൽ ജീവിച്ചു, തോന്നിയതുപോലെ ജീവിച്ചു, ഇല്ലാത്തവനെ അവഗണിച്ചു, അക്രമം കാണിച്ചു, അനീതി കാണിച്ചു. അങ്ങനെ ജീവിക്കുമ്പോൾ ആളുകൾ അവനോട് പറഞ്ഞു, ഖാറൂനേ ലാ തഫ്രഹ്, അഹങ്കാരത്തിൽ പൊതിഞ്ഞ സന്തോഷം നീ സന്തോഷിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്ഫരിഹീൻ. അങ്ങനെ സന്തോഷിക്കുന്നവനെ, അഹന്തയുടെ ആനന്ദത്തിൽ ആറാടുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടില്ലട്ടോ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. അപ്പോ എത്ര വലിയ നല്ല പ്രവാചകന്മാരോട് അടുത്ത് നിൽക്കുന്ന ആളായാലും അവനവന്റെ ജീവിതത്തിന്റെ വഴി അവനവൻ വെട്ടണം എന്നതാണ്. ആരെയും പ്രവാചകത്വത്തിന്റെയോ ഔലിയാത്തരത്തിന്റെയോ ഷെയ്ഖുമാരുടെയോ മുല്ലമാരുടെയോ ഒക്കെ മക്കളായി, ഭാര്യയായി, കുടുംബക്കാരനായി എന്ന ഇതിൽ ഞങ്ങൾ ബനു ഹാശിമിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന, പിന്നെ ഞങ്ങൾ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്ന, അതിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കുകയില്ല. പ്രവാചകന്റെ എളാപ്പയാണ്, പ്രവാചകന്റെ പിതൃവ്യനാണ് സൂറത്ത് മസദിൽ നമ്മൾ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്.
പറഞ്ഞു പോയാൽ അത് കുറെ നമുക്ക് പറയാനുണ്ടാവും. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? ഒരു നസബ് അത് മനുഷ്യന് ഉപകാരം ചെയ്യില്ല. അവന്റെ ഈമാനും അവന്റെ അമലുസ്സാലിഹാത്തുകളും അവൻ കണ്ടെത്തുകയല്ലാതെ വഴിയില്ല എന്നതാണ്. ഒന്ന്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അതാണ് ഒരു പാഠം. രണ്ടാമത്തേത്, എന്നിട്ട് അള്ളാഹു പറയാണ് വആതൈനാഹു മിനൽ കുനൂസ് മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബത്തി ഉലിൽ ഖുവ. സമ്പന്നത എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റം എന്താ? അദ്ദേഹത്തിന്റെ നിധി സൂക്ഷിക്കുന്ന സ്ഥലത്തിന്റെ താക്കോലുകൾ പോലും പേറാൻ ധാരാളം കുതിരകൾ വേണ്ടി വന്നു എന്ന് വരെ കാണാൻ കഴിയും. അപ്പോ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കാൻ ആഗ്രഹിച്ചാൽ, എല്ലാ മനുഷ്യരും നിങ്ങൾ നോക്കി, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഓരോ കുഞ്ഞും ജനിക്കുന്നത് വിത്ത് ഫ്രീ ഹാൻഡ്, രണ്ട് കൈകളും തുറന്നിട്ടവനായിട്ടാണ് വരുന്നത്. ആരുടെ കൈകളിലും ഒരു താക്കോലുമില്ല. പോകുന്നതോ എത്ര സമ്പാദിച്ചാലും പോകുന്നതോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അശോക ചക്രവർത്തി പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്ക, ലോകം മുഴുവനും കീഴടക്കിയ എന്നെ കുഴിച്ചു മൂടുമ്പോൾ എന്റെ ഖബറിന്റെ മുകളിലേക്ക് എന്റെ രണ്ട് കൈകളും പൊന്തിച്ചു വെക്കണം, ബാക്കിയൊക്കെ നിങ്ങൾ മണ്ണിന്റെ അടിയിൽ മൂടിക്കോളൂ. എന്തിനാ? നടന്നു പോകുന്നവർ കാണട്ടെ ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല. സമ്പന്നത എന്ന് പറഞ്ഞാൽ അതിനെന്തൊരു ലിമിറ്റ് ഉണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമിയിൽ നമ്മൾ പറയും അയാൾ വളരെ വലിയ സമ്പന്നനാണ്, അല്ലെ വലിയ സുന്ദരനാണ്. ചില കാര്യങ്ങളുടെ വലിപ്പത്തെ അളക്കാൻ സ്കെയിലില്ല. നമ്മൾ എത്ര ആൾ ചിന്തിച്ചിട്ടുണ്ടത്? ചില കാര്യങ്ങൾക്ക് അത് സ്കെയിൽ വെച്ചിട്ടില്ല, മറിച്ച് ആപേക്ഷികമാണ്. അതിനേക്കാളും മെച്ചമുള്ള ഒന്ന് കാണുന്നത് വരെ അയാളാണ് ഏറ്റവും. ഇപ്പൊ നമ്മളെ ടൈം മാഗസിൻ പോലുള്ള കളിയൊക്കെ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കും. എന്താണ് അതിന്റെ മാനദണ്ഡം? ഏറ്റവും ടോപ്പില് വരുമാനം, ഇൻകം ഔട്ട് ചെയ്തതിന്റെ ആ ലിമിറ്റ് മാത്രമാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ വരുമ്പോ അയാൾ അപ്രസക്തമാകും. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എന്താ? അതിനേക്കാളും നല്ലൊരു സൗന്ദര്യം കാണുന്നത് വരെയാണ് അതിന്റെ പരിധി. അങ്ങനെ ചില സാധനങ്ങളുണ്ട്. ദുഃഖം, സന്തോഷം, അതിനൊന്നും ഇല്ല. അതുകൊണ്ടാണ് സമ്പന്നതയുടെ കാര്യത്തിൽ അള്ളാഹ് തുറന്നു കൊടുക്കാൻ വിചാരിച്ചാൽ അവരെ പിടിച്ചു വെക്കാൻ ഒരാൾക്ക് കഴിയില്ല. അള്ളാഹ് ഉദ്ദേശിക്കുന്നവന് അള്ളാഹ് വിശാലമാക്കി കൊടുത്തുകൊണ്ടിരിക്കും. ചില ആളുകളെ അള്ളാഹ് ലിമിറ്റ് ആക്കും, പരിമിതപ്പെടുത്തും. ഇത് രണ്ടും അള്ളാഹുവിന്റെ ഫ്രീഡമാണ്. എന്നാൽ അതിൽ ആദ്യത്തെ ആളിൽപ്പെട്ടതായിരുന്നു എന്ത്? ഖാറൂൻ. അങ്ങനെയുള്ള ഖാറൂനോട് ആളുകൾ പറഞ്ഞത് എന്താണ്? നീ ഒരിക്കലും അമിതമായി അഹങ്കരിച്ച് സന്തോഷത്തിൽ ആറാടരുത്, മറിച്ച് എന്ത് ചെയ്യണം? അള്ളാഹു നിനക്ക് നൽകിയതിൽ നിന്ന് നീ നിന്റെ പരലോകത്തിന് വേണ്ടി, പരലോകത്തിന് ഗുണകരമാകുന്നത് പ്രവർത്തിക്കണം. ഇതായിരുന്നു അവർ കൊടുത്ത ഉപദേശം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹ് എന്ത് തന്നാലും അത് പരലോകത്തിന് വേണ്ടി മാത്രമുള്ളതാ? ദുനിയാവിൽ ഒന്നും വേണ്ടുന്നതാണോ? അല്ല. വലാ തൻസ നസീബക മിനദ് ദുനിയ. നിന്റെ ഭൗതികമായ ജീവിതത്തിന് അല്ലാഹു അനുവദിച്ച പരിധിക്കുള്ളിലുള്ളതൊന്നും അനുഭവിക്കുന്നതിൽ നിന്ന് നീ ഒരു പിശുക്കും കാണിക്കേണ്ടതില്ല. അതെന്താണ്? അള്ളാഹുവിന്റെ ദീനിന്റെ വിശാലതയാണ്. പരലോകത്തേക്ക് സമ്പാദിക്കാൻ, നന്മ ചെയ്യാൻ, പുണ്യം പ്രവർത്തിക്കാൻ കൽപ്പിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ ഭൂമിയിലെ സുഖങ്ങൾ അവന് അനുവദിച്ച ഒരു പരിധിക്കുള്ളിൽ നിന്ന് വിശാലമായി അനുഭവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അള്ളാഹു നൽകി. എന്ന് മാത്രമല്ല, മതത്തിൽ അതിര് കവിഞ്ഞുകൊണ്ട് തൊട്ടതൊക്കെ ഹറാമാണെന്ന് പറയാൻ പാടില്ല എന്നുപോലും അള്ളാഹ് പഠിപ്പിച്ചു. അള്ളാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ഭൂമിയിൽ പുറത്തു കൊണ്ടുവന്ന നല്ല നല്ല സാധനങ്ങളെ ആരാണ് നിങ്ങൾക്ക് ഹറാമാക്കുന്നത് എന്ന് അള്ളാഹു ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹ്. അള്ളാഹുവിന്റെ അലങ്കാരങ്ങളെ നിങ്ങൾക്ക് ആരാ ഹറാമാക്കാൻ അനുവാദം തന്നത്? ഒരു കാര്യം ഒരു മുഅ്മിനായ ഒരു മനുഷ്യന് പാടില്ലെന്ന് പറയണമെങ്കിൽ അത് തിന്നാൻ പാടില്ല, അത് ഉടുക്കാൻ പാടില്ല, അങ്ങനെ വീടുണ്ടാക്കാൻ പാടില്ല, ഈ വാഹനം ഉപയോഗിക്കാൻ പാടില്ല എന്ന് മതത്തിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് ഒരാൾ പറയണമെങ്കിൽ അതിന് കൃത്യമായ ദലീൽ, എവിഡൻസ് ഉണ്ടാവണം. എന്ത് എവിഡൻസ്? ഓതന്റിക് എവിഡൻസ് ഫ്രം ഖുർആൻ ഓർ ഓതന്റിക് സുന്ന. ഒന്നുകിൽ ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ സുന്നത്തിൽ നിന്ന്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹ് നമ്മളോട് പറഞ്ഞു തരാണ്, മനുഷ്യന്മാർ നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ കണ്ണുകൾക്ക് ചില ആളുകളെ കാണാൻ കഴിയും. ഖുർആൻ നമ്മുടെ മുമ്പിൽ വെച്ച ചില ചിത്രങ്ങളുടെ പ്രതിരൂപങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും.
അപ്പൊ നമ്മുടെ മനസ്സിലും അവരുടെ മനസ്സിലുണ്ടായ, അവരുടെ നാട്ടിലുണ്ടായ ആളുകളുടെ മനസ്സിലുണ്ടായതും വ്യക്തികളുടെ മനസ്സിലുണ്ടായതും ഒക്കെ ചില നേരത്ത് നുമ്പുരിച്ചു വരും, നിർഗളിച്ചു വരും. അപ്പോ നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവേണ്ടത് ഇതാണ്: അള്ള നിനക്ക് എന്ത് തന്നിട്ടുണ്ടോ, എന്ത് തന്നിട്ടുണ്ടോ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. പുട്ട് അണ്ടർലൈൻ. ഈ ആയത്തിന്റെ 2 കഷ്ണങ്ങളിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. എന്റെ ജീവിതം, എന്റെ കൈകളിൽ എന്താ ഉള്ളത്? അള്ളാഹു നമ്മളിലേക്ക് ഇങ്ങനെ ചിലത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടു തരികയാണ്. ഒന്നുമില്ലാതെ വെറും കൈയോടെ വന്ന നമ്മൾ പലതിന്റെയും ഉടമകളാണ്. നമുക്ക് ഓണർഷിപ്പ് ഉണ്ട്. അതെന്തിനാണത്? അള്ളാഹ് നിനക്ക് തന്നതിൽ നിന്ന് നീ നിന്റെ മരണാനന്തര ജീവിതത്തിന് ഗുണമാകുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, അതാണ് ഫസ്റ്റ്. വലാ തൻസ നസീബക മിനദ് ദുനിയ. നിന്റെ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി നിന്റെ ഓഹരികൾ, അള്ളാഹു അനുവദിച്ച ഓഹരികൾ, അത് നീ ഉപയോഗിക്കുന്നതിൽ നീ ഒരിക്കലും കുറവ് വരുത്തുകയും ചെയ്യേണ്ടതില്ല. എന്തൊരു നല്ല മതം! അള്ളാഹുവിന്റെ കാരുണ്യം. സഹോദരന്മാരെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല മേഖലകളും പലപ്പോഴും പിശാചിന്റെ ദുർബോധനം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതും ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ചിന്തയോടെയും താല്പര്യങ്ങളോടെയും അള്ളാഹുവിന്റെ മാർഗദർശനങ്ങളുടെ വെളിച്ചത്തിലും ചിന്തിച്ചുപയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.